കേരളത്തിൻ്റെ മുഖച്ഛായ മാറ്റുന്ന പദ്ധതികളുടെ എല്ലാം പുറകിലുള്ളത് ഇന്ന് കിഫ്ബിയാണ്. ഇപ്പോൾ ദേശീയപാത വീതി കൂട്ടുന്ന പദ്ധതി, അതേപോലെയുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റ് എല്ലാം പുറകിൽ കിഫ്ബിയുടെ സാമ്പത്തിക പിന്തുണയാണ്. വ്യവസായ മേഖലയെ സംബന്ധിച്ച് പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്ന പാലക്കാട് ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി, മാനുഫാക്ചറിംഗ് സ്മാർട്ട് സിറ്റിക്ക് 1710 ഏക്കർ ഭൂമിയാണ് നമ്മൾ ഒറ്റയടിക്ക് ഏറ്റെടുക്കുന്നത്. ഇതിനാവശ്യമായിട്ടുള്ള ഫണ്ട് മുഴുവൻ കിഫ്ബി വഴിയാണ് ലഭ്യമായിട്ടുള്ളത്. ഇപ്പോൾ അയ്യമ്പുഴയിൽ യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ അനുമതിക്ക് വേണ്ടി കാത്തു നിൽക്കുമ്പോൾ തന്നെ ഗിഫ്റ്റ് സിറ്റിക്ക് സ്ഥലമെടുക്കുന്നതിനാവശ്യമായിട്ട് ഫണ്ട് കിഫ്ബി വഴി 850 കോടി രൂപ അനുവദിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ കണ്ണൂർ വലിയ തോതിലുള്ള ഇൻഡസ്ട്രിയൽ പാർക്ക് സ്ഥാപിക്കുന്നതിന് വേണ്ടി മട്ടന്നൂർ ഭൂമി ഏറ്റെടുക്കുന്നതും കിഫ്ബി പദ്ധതി വഴി തന്നെയാണ്. അപ്പോൾ ഈ മേഖലയ്ക്കകത്ത് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ കളമശ്ശേരി മണ്ഡലം പരിശോധിച്ച് കഴിഞ്ഞാൽ ഏറെക്കാലത്തെ ജനങ്ങളുടെ ആവശ്യമാണ് ഒരു ക്യാൻസർ സെൻറ്റർ എന്നുള്ളത്. ക്യാൻസർ സെൻറ്റർ ഇപ്പോൾ ഉദ്ഘാടനത്തിന് സജ്ജമായി. അത്യാധുനിക ചികിത്സാ ഗവേഷണ സൗകര്യമുള്ള ക്യാൻസർ സെൻറ്ററിന് ആവശ്യമായിട്ടുള്ള ഫണ്ടും കിഫ്ബി വഴിയാണ് ലഭ്യമായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കൊച്ചി മെഡിക്കൽ കോളേജ് നേരത്തെ സഹകരണ മേഖലയിൽ നിന്ന് ഏറ്റെടുത്തെങ്കിലും അതിൻ്റെ ഗുണപരമായ വികസനത്തിന് ആവശ്യമായിട്ടുള്ള വേണ്ടത്ര ശ്രദ്ധ നേരത്തെ ഉണ്ടായിരുന്നില്ല. ഒറ്റയടിക്ക് ഫണ്ട് കണ്ടെത്തുക അത്ര എളുപ്പവുമായിരുന്നില്ല. എന്നാൽ കിഫ്ബി സംവിധാനം വന്നതോടുകൂടി ഇപ്പോൾ കൊച്ചി മെഡിക്കൽ കോളേജിൻ്റെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് അത് ഉദ്ഘാടനത്തിന് സജ്ജമായി. ക്യാൻസർ സെൻ്റർ ആണെങ്കിലും മെഡിക്കൽ കോളേജ് ആണെങ്കിലും എല്ലാ തരത്തിലുള്ള അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, അതിനാവശ്യമായ എക്യുപ്മെൻറ്റ്സ് ഇതെല്ലാം നമുക്ക് വാങ്ങാൻ കഴിയുന്നതും ഈ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ്. കൊച്ചിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട പദ്ധതികളൊന്നാണ് സീപോർട്ട് എയർപോർട്ട് റോഡിൻ്റെ പൂർത്തീകരണം എന്നുള്ളത്. നേരത്തെ സീപോർട്ടിൽ നിന്ന് എയർപോർട്ടിലേക്കുള്ള റോഡായിട്ടാണ് വിഭാവനം ചെയ്തതെങ്കിൽ പോലും 1/4 നൂറ്റാണ്ടായി ആ പദ്ധതി സ്തംഭിച്ച് കിടക്കുകയായിരുന്നു. ഇപ്പോഴതിൻ്റെ എയർപോർട്ട് വരെ കണക്ടിവിറ്റി ഉറപ്പുവരുത്തുന്നതിനാവശ്യമായ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ അതിവേഗത്തിൽ മുന്നോട്ട് പോവുകയാണ്. അതോടൊപ്പം HMD, NAD ലാൻഡും നമ്മൾ ഇതിൻ്റെ ഭാഗമായി നിയമത്തിൻ്റെ സങ്കീർണതകൾ മറികടന്ന് ഏറ്റെടുത്തിരിക്കുകയാണ്. അത് വരുന്നതോടുകൂടി തന്നെ വലിയ മാറ്റം ഗതാഗത മേഖല സൃഷ്ടിക്കാൻ കഴിയും എന്നാണ് കണക്കാക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപക്ഷെ കേരളത്തിൻ്റെ നാളിതുവരെയുള്ള ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു സർവകലാശാലയിൽ മാത്രം 400 കോടി രൂപയോളം മുതൽ മുടക്ക് നടത്തുന്നത്. അത്യാധുനികമായിട്ടുള്ള പഠന സംവിധാനം ഒരുക്കുന്നതിനും ഇൻ്റർനാഷണൽ ഹോസ്റ്റൽ സൗകര്യം കുട്ടികൾക്ക് ഒരുക്കുന്നതിനും ട്രാൻസ്ലേഷൻ ലാബിനും അതേപോലെയുള്ള സൗകര്യങ്ങൾക്ക് വേണ്ടി കിഫ്ബി വഴി 400 കോടി രൂപയോളം വകയിരുത്തിയിരിക്കുന്നു. അതിൻ്റെ പദ്ധതികൾ മുന്നോട്ട് പോവുകയാണ്.
കുടിവെള്ളത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഈ മണ്ഡലത്തിൽ കുന്നുകര കരുമാലൂർ പഞ്ചായത്തുകളിലെ കുടിവെള്ള പ്രശ്നം ശാശ്വതമായി പരിഹരിക്കുന്നതിനാവശ്യമായ കിഫ്ബി പദ്ധതിയാണ് ഇപ്പോൾ 20 ദശലക്ഷം ലിറ്റർ ഒരു ദിവസം പമ്പ് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയുന്ന സംവിധാനവും ഇതിൻ്റെ ഭാഗമായി തന്നെ ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനത്തിലേക്ക് വരുന്നത്. അപ്പോൾ ജനങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാക്കാനായിട്ട് കഴിഞ്ഞു. ഇവിടെ തന്നെ സ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ അസാപ്പ് സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് സ്കിൽ പാർക്കും അത് കിഫ്ബി പദ്ധതിയുടെ ഭാഗമായി കൊണ്ടാണ്. നല്ല രീതിയിലുള്ള മാറ്റം നമ്മുടെ ജനങ്ങളുടെ ജീവിതത്തിൽ, സമൂഹത്തിൻ്റെ മുന്നേറ്റത്തിൽ, വ്യവസായ മേഖലയിൽ എല്ലാം രൂപപ്പെടുത്തുന്നതിൽ കിഫ്ബി എന്ന ഈ സംവിധാനം പ്രധാനപ്പെട്ട പങ്കുവഹിച്ചു. അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് ബജറ്റിനകത്ത് നിന്നുകൊണ്ടുള്ള വായ്പ വാങ്ങലുകൾക്ക് പരിമിതികളുണ്ടായിരുന്നു. പക്ഷേ അത് മറികടക്കുന്നതിന് വേണ്ടിയാണ് നേരത്തെ ശ്രീ ശിവദാസ മേനോൻ ധനകാര്യ വകുപ്പ് മന്ത്രി ആയിരിക്കുമ്പോൾ ആവിഷ്കരിച്ചതാണ് കിഫ്ബി സംവിധാനം. പുതിയ കാലത്തിൻ്റെ സവിശേഷതകൾ കൂടി കണക്കിലെടുത്ത് കഴിഞ്ഞ ഗവൺമെൻറ് സന്ദർഭത്തിൽ അതിനകത്ത് വലിയ തോതിലുള്ള മാറ്റം വരുത്താൻ കഴിഞ്ഞു. ഇന്ന് കേരളമാകെ മാറിക്കൊണ്ടിരിക്കുന്നു. വലിയ തോതിലുള്ള മുന്നേറ്റം എല്ലാ പശ്ചാത്തല സൗകര്യത്തിലും, വിദ്യാഭ്യാസ മേഖലയിലും, ആരോഗ്യ മേഖലയിലും, വ്യവസായ പശ്ചാത്തല സൗകര്യത്തിലും ലഭ്യമാകുന്നു. അതിൽ കിഫ്ബിയുടെ പങ്ക് ചരിത്ര പ്രാധാന്യമുള്ളതാണ്.